ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയതായി ആഭ്യന്തര അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സീൻ മകസർ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് പോലീസിനോട് അന്വേഷണ സമിതിയുടെ ചോദ്യം. പോലീസിന്റെ സാന്നിധ്യത്തിൽ അന്വേഷണ സമിതി ജഡ്ജിയുടെ ജീവനക്കാരുടെ മൊഴിയെടുക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ സുപ്രീം കോടതി നിയോഗിച്ച അന്വേഷണ സമിതിയുടെ പ്രാഥമികമായ വിലയിരുത്തലുകൾ എന്തൊക്കെയാണ് ബൽറാം? ഉന്മേഷ്, ഈ പണം കണ്ടെത്തിയ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ സമിതി ഇന്നലെ അന്വേഷണ നടപടികൾ ആരംഭിച്ചിരുന്നു. ഈ യശ്വന്ത് വർമ്മയുടെ വസതിയെ സന്ദർശിച്ച സാഹചര്യങ്ങൾ ഈ സമിതി വിലയിരുത്തി നേരിട്ട്. അതിനുശേഷം നടത്തിയ പ്രാഥമിക വിലയിരുത്തലിൽ പോലീസിന് ഈ സംഭവത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ വസതിയിൽ നിന്നും വൻതോതിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും അളവിൽ പണം കണ്ടെത്തുന്നു, കത്തിയ നിലയിൽ കണ്ടെത്തുന്നു. ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലും എവിടെയും പോലീസ് രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല മണിക്കൂറുകളോളം എന്നുള്ളതാണ്. സംഭവത്തിൽ സീൻ മഹസർ എഴുതിയിട്ടില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. 8 മണിക്കൂറിന് ശേഷം മാത്രമാണ് പോലീസ് കമ്മീഷണറെ പോലും വിവരം അറിയിച്ചത്. അർദ്ധരാത്രിയോടെ നടന്ന സംഭവത്തിൽ രാവിലെ 8 മണിക്ക് ഉള്ള മോർണിംഗ് ഡയറി സമർപ്പിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് വിവരം പോലീസ് ഉന്നതർ അറിഞ്ഞിരിക്കുന്നത്. അതിന് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് പിന്നീട് ഈ വിഷയം ഡൽഹി ഹൈക്കോടതി ജഡ്ജിയെ അറിയിച്ചിരിക്കുന്നത് തുടങ്ങിയവയാണ് പ്രാഥമികമായി അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഈ വസതിയിലെ ജീവനക്കാർ, സുരക്ഷാ ജീവനക്കാർ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അത് പോലീസിന്റെ സാന്നിധ്യത്തിൽ കൂടിയായിരിക്കും ഈ മൊഴി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ എന്നാൽ ഈ യശ്വന്ത് വർമ്മയുടെ വസതിയിൽ ആദ്യം തീ അണയ്ക്കുന്നതുവരെ എത്തിയ പോലീസുകാരോട് PA പോകാൻ പറഞ്ഞു എന്ന മൊഴിയും പോലീസ് നൽകിയിട്ടുണ്ട്.